ഉണക്കമുന്തിരി എങ്ങനെയാണ് ഭക്ഷണത്തിൽ ഉപയോഗിക്കേണ്ടത്? ഉണക്കമുന്തിരിയുടെ ഗുണങ്ങളെക്കുറിച്ചും അത് ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ചും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ ചില നിർദ്ദേശങ്ങളും അറിവുകളും പറയാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണക്കമുന്തിരിയെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. നിങ്ങൾ ഉണക്കമുന്തിരി ശീലമാക്കുക. കാരണം അത് പിത്തരസത്തെ ശമിപ്പിക്കും, കഫം ഇല്ലാതെയാക്കും, നാഡികളെ ബലപ്പെടുത്തും, ക്ഷീണം മാറ്റും, മനസ്സിന് സന്തോഷം നൽകും, വായനാറ്റം ഇല്ലാതെയാക്കും എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരാമർശിച്ചതായിട്ട് ചില റിപ്പോർട്ടുകളിൽ കാണാം. ഉണക്കമുന്തിരി ഏറ്റവും നല്ലത് കുരുവുള്ള ഉണക്കമുന്തിരിയാണ്. ബ്ലഡിന്റെ കുറവ് കാരണത്താൽ 1-2 ടീസ്പൂൺ ഉണക്കമുന്തിരി രാത്രി ഒരു ഗ്ലാസ്സിൽ ഇട്ട് വെക്കുകയും അതിൽ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കുകയും അത് അടച്ചു വെക്കുകയും ചെയ്യുക. പ്രഭാതത്തിൽ അഥവാ രാവിലെ അത് കൈകൊണ്ട് ഞരടി പിഴിഞ്ഞ് അതിൻ്റെ ചാറ് കുടിക്കുകയും ചെയ്യുക, തുടർച്ചയായി 21 ദിവസം. എന്നാൽ ആ ശരീരത്തിന് നല്ല ഉന്മേഷം ഉണ്ടാകുകയും ബ്ലഡ് ധാരാളം കൂടുകയും ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ അത് സഹായിക്കുകയും ചെയ്യും. ഉണക്കമുന്തിരി വെള്ളത്തിൽ ഇട്ട് വെച്ച് ആ സത്ത് കുടിക്കുന്ന രീതി അറബിയിൽ ലബീദ് എന്ന് പറയും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്തുടർന്നിരുന്നു. രാത്രിയിൽ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് വെക്കുകയും അടുത്ത ദിവസം രാവിലെ ആ വെള്ളം കുടിക്കുകയും ചെയ്യുമായിരുന്നു. ഇത് ദഹനത്തിനും ഊർജത്തിനും വളരെ നല്ലതാണ്. എന്നാൽ ഇത് പുളിച്ച് ലഹരിയായി മാറുന്നതിന് മുമ്പ് അഥവാ സാധാരണയായി 2-3 ദിവസത്തിനുള്ളിൽ ഉപയോഗിക്കണമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈത്തപ്പഴവും ഉണക്കമുന്തിരിയും ഒരേ ടൈമിൽ ചേർക്കാൻ പാടില്ല. ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ഈത്തപ്പഴവും ഉണക്കമുന്തിരിയും ഒരേ പാത്രത്തിൽ ഒരുമിച്ച് വെള്ളത്തിലിട്ട് വെക്കുന്നത് പ്രവാചകർ വിലക്കിയിരുന്നു. ഇവ രണ്ടും വെവ്വേറെ പാത്രങ്ങളിൽ ഇട്ട് വെള്ളം കുടിക്കുന്നതാണ് ഉചിതം. ഇവ രണ്ടും ഒരുമിച്ച് ചേരുമ്പോൾ വേഗത്തിൽ പുളിക്കാനും ലഹരി പദാർത്ഥമായി മാറാനും സാധ്യത ഉള്ളതിനാലാണ് ഈ നിർദ്ദേശം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചത്. ഉണക്കമുന്തിരി ഒറ്റക്ക്, ഈത്തപ്പഴം ഒറ്റക്ക്, ഇങ്ങനെ വെവ്വേറെയായിട്ട് ഒരു ഗ്ലാസ്സിൽ 1-2 ടീസ്പൂൺ മുന്തിരി അല്ലെങ്കിൽ 2-3 ഈത്തപ്പഴം കുരുകളഞ്ഞത് തലേ ദിവസം വെള്ളത്തിലിടുകയും ആ വെള്ളം പിറ്റേ ദിവസം പുളിപ്പ് ആകുന്നതിന് മുമ്പ് കൈകൊണ്ട് ഞരടിപ്പിഞ്ഞ് അതിനെ കുടിക്കുകയും ചെയ്യാം. ഇങ്ങനെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലബീദ് ഉണ്ടാക്കി ഉപയോഗിച്ചിരുന്നത്. നമുക്കും ഈ മാതൃക പിൻപറ്റാം. വീണ്ടും ഇതുപോലെയുള്ള അറിവിലൂടെ വരാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.